എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ്, ഞാൻ ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കാണുന്ന വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിലെ ശരിയും തെറ്റും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് റാണി പി സദാശിവനാണ്. എന്താണ് ഞാൻ ഈ ഒരു വിഷയം വീണ്ടും എടുത്തത്? പലരുടെയും സംശയമാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ VRN ലവ് ഫാമിലി റാണി പി സദാശിവത്തിൻ്റെ വീട്ടിൽ പോയതും അവരുടെ മകളെ കാണുകയും അതിനുശേഷം റാണി പി സദാശിവത്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരുടെയും ഒരു സംശയമാണ്, റാണി പി സദാശിവൻ എൻ്റെ ആരാണ്? ഞാൻ അവരെ എന്തിനാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? ഞാൻ എന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് റാണി പി സദാശിവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങളത് ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ ഈ പരിപാടി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. ഞാൻ അവിടെ സംസാരിച്ചത് അവരുടെ മകളോട് ഇവർ ബിഹേവ് ചെയ്ത രീതിയാണ്. അതിനകത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ നിലപാട് അത് തന്നെയാണ്. മൈനറായ ഒരു പെൺകുട്ടിയോട് മോളുടെ അമ്മയെ പോലെയല്ല, ഞങ്ങൾ അത്ര വൃത്തികെട്ടവരല്ല എന്ന രീതിയിൽ സംസാരിച്ചതിനെയാണ് ഞാൻ വിമർശിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഇന്നലെ റാണി പി സദാശിവൻ എൻ്റെ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായ ഒരു കമൻറ്റാണ്. സാധാരണ എല്ലായിടത്തും ഓടി നടന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കേണ്ടായി. ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം എനിക്ക് റാണി ചേച്ചിയോട് പറയാൻ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടു, നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു, നിങ്ങൾ മാന്യമായി വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഇത്തരം ഒരു കാര്യം ചെയ്തതിന് വളരെ അഭിനന്ദനങ്ങളും. ഇതാണ് ഒരു കമൻറ്റ്. ഇതിനകത്ത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. കാരണം ഓരോ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ, കമൻറ്റുകൾ ഞാൻ കണ്ടു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് എടുത്തൊരു വ്യക്തിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈ പറയുന്ന അമലും സുകന്യയും കൂടി നിങ്ങളുടെ അടുത്ത് വന്നത്, നോട്ട് യുവർ ഹൗസ്, നിങ്ങളുടെ അടുത്ത് വന്നത്, അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു. നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതും പോലീസുകാർ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതേക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അതൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണുള്ളത്. ആ കുട്ടിയെ നാളെ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രമാത്രം വേദനിക്കും? അതേ വേദന നിങ്ങൾ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികൾക്കുണ്ടാവും. നിങ്ങൾ അതുൽ വ്ളോഗ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അതുലിൻ്റെ വൈയായികയെക്കുറിച്ച് വരെ സംസാരിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചു. അതുപോലെ ഡാനി ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കുറേ മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ അവരെ വളരെ മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മകളുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ മകൾ മാത്രമേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ഇവരിറങ്ങി പോകണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങളെ വന്ന് കണ്ടതിൽ എനിക്ക് യാതൊരു തെറ്റും പറയാനില്ല. അവരാ വന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ ബോധഡല്ല. ദയവ് ചെയ്ത് നിങ്ങൾ അനാവശ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ ആണ്. മറ്റൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അത് വായിക്കാം. എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. എൻ്റെ ഏതു വലിയ ശത്രു വന്നാലും എൻ്റെ അമ്മയുടെ പാദത്തിലാണ് എൻ്റെ സ്വർഗവും നരകവും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും എന്ന ഉറപ്പുള്ളതിനാൽ എനിക്ക് ആരെയും പേടിയില്ല. എന്നാൽ പോലീസിനെ ബഹുമാനിക്കുന്നു, നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നു. എന്നാൽ അമലിനെയും സുകന്യയും ഞങ്ങൾ പേടിക്കുന്നില്ല. അവർ രണ്ട് നന്മമരങ്ങളെയും നാണം കെടുത്തുവാനുള്ള വലിയ ബോംബാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ബോംബ് ഞാൻ സമയത്ത് പൊട്ടിക്കാം. ആ ബോംബ് ഞാൻ ഇപ്പോൾ പ്രയോഗിച്ചാൽ അതിൻ്റെ ആക്കം കുറയും. ആ ബോംബ് പുറത്തു വരുമ്പോൾ അവരുടെ കുടുംബവും ഛിന്നഭിന്നമായി പോകും. അതിനാൽ മാത്രം ആ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി എൻ്റെ വീട്ടിലേക്ക് വരരുത്. എന്നാൽ എൻ്റേതായ എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കാനാണെങ്കിൽ വരാം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനാണെങ്കിൽ വരാം. അല്ലാതെ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ തരുവാൻ നിവർത്തിയില്ല. അത് പറയേണ്ട സാഹചര്യത്തിൽ പറയേണ്ട സ്ഥലത്ത് പറയാം. ചേച്ചിയെ ഒന്ന് വിട്ടുപിടിക്ക്. എന്തിനാണ്? ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അതെന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചും ബഹളം വെച്ചും തീർക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ദിവസം എഴുന്നേറ്റാൽ ആ ദിവസം നല്ലത് സംഭവിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്, അതോ മോശം സംഭവിക്കണം എന്നാണോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ സൊസൈറ്റിയിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കമൻറ്റ് കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ദിവസം പോവാം, നഷ്ടപ്പെടാം. നിങ്ങളിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾക്ക് വിമർശിക്കാം, വളരെ സഭ്യമായ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കാം. ഇപ്പോൾ ഒരാളുടെ തെറ്റ് നിങ്ങൾ കണ്ടു, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, പ്രശ്നമില്ല. പക്ഷേ അതിനുപയോഗിക്കുന്ന ലാംഗ്വേജ്, അതിൽ അവരെ പരാമർശിക്കുന്ന രീതി, ഇതെല്ലാം ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ പറയുന്നതും ഗർഭിണികളെ പറയുന്നതും ആലോചിക്കുക. നിങ്ങൾക്ക് ഒരു മകളാണ് വളർന്നു വരുന്നത്, എന്തേ നിങ്ങൾ അത് ചിന്തിക്കുന്നില്ല? ആ കുട്ടി നാളെ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടി നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇത് ഇന്നയാളുടെ മോളാണ്, അവരിങ്ങനെയാണ് യൂട്യൂബിൽ കിടന്ന് വിളയാടുന്നത്,
അവരുടെ മോളാണ് എന്ന് പറയുമ്പോൾ അത് ആ കേൾക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നിങ്ങളുടെ മകളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ മകളെ പോലെയാണ് ഓരോ വ്യക്തികൾക്കും അവരുടെ മക്കൾ. അവരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവും. അത് നിങ്ങൾ പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഓരോ അമ്മമാർക്കും ഓരോ അച്ഛന്മാർക്കും അവരുടെ മക്കൾ അത്രയും വാല്യുബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ആ കണ്ണുകൊണ്ട് മറ്റുള്ള മക്കളെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. നിങ്ങൾ അതുള്ള കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്ത് എന്താണ് അതും ആ ചെറുപ്പക്കാരൻ്റെ വൈയായിക വരെ നിങ്ങൾ എടുത്ത് വിമർശിക്കുകയാണ്. വൈയായിക ആർക്കും വരാം, ഇന്ന് അതുല്ലോ നാളെ എനിക്കോ മറ്റൊന്ന് നിങ്ങൾക്കോ വരാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിർത്ത്. വി ആർ ഇൻ ലവ് ഫാമിലി അവരെ ഇന്നലത്തോടെ എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് അവർ അവരുടെ കുടുംബത്തിൽ നടന്ന സന്തോഷങ്ങൾ കാണിച്ചു വീഡിയോ ചെയ്യുന്നു. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതുപോലെ നിങ്ങളും ഒന്ന് മാറാൻ തയ്യാറാവും. ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രാക്ക് കേട്ട് ഓരോരുത്തരുടെയും ചീത്ത കേട്ട് എന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് ആവുന്നത്? സ്വയം നാറുന്ന എന്തിനാണ്? ഒന്ന് തിരിച്ചറിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ എനിക്ക് മിനി സെബാസ്റ്റ്യൻ, മിനി ചേച്ചിയോട് പറയാനുള്ളത്, മിനി ചേച്ചിയുടെയും ഇന്നത്തെ വീഡിയോ കണ്ടു. ആ വീഡിയോ ഒന്നും ഞാനിവിടെ വെക്കുന്നില്ല. ചേച്ചി വളരെ റെസ്പെക്റ്റോടുകൂടി പറയുകയാണ്. എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, നിങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ വളരെ ബഹുമാനത്തോടെ പറയുവാണ്, ഇതൊക്കെ നിർത്ത്. അവർ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളുടെ പേര് പറഞ്ഞു, 1-ാം പ്രതിയാണെന്നൊക്കെ പറഞ്ഞു. ശരി, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ല, പോലീസുകാർ നിങ്ങളെ വീട്ടിൽ അന്വേഷിച്ച് വന്നിട്ടില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല, വിട്ടേക്ക്. ഞാൻ വീണ്ടും പറയുന്നു, ലൈഫ് ഒന്നേ ഉള്ളൂ. ആ ലൈഫ് സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇപ്പം അവരെന്തായാലും അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ നിങ്ങളും അത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിട്ട് തോന്നാം, നിങ്ങൾക്കുള്ളിൽ ദേഷ്യം വരാം. ഇവനെന്തിനാ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറഞ്ഞു. എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം, തല്ലി കാണണം എന്ന് യാതൊരു ആഗ്രഹവുമില്ല. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്ന കാണാനാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും മിനി ചേച്ചിയുടെ വീഡിയോസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഈ പരിപാടിയൊക്കെ നിർത്തിയത് ആയിരിക്കാം, ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മം അത് വിജയിച്ചു. അവരവരുടെ വഴിക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോ ചെയ്യും, അതല്ലേ ഒരു സന്തോഷം. എന്തായാലും റാണി ചേച്ചി, നിങ്ങൾ മാറുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ വീട് എനിക്കറിയില്ല, നിങ്ങളുടെ കുടുംബം എനിക്കറിയില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ പറയുന്നത് പോലെ നോക്കിയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ അനാവശ്യ കമൻ്റ് ഇടുന്ന പരിപാടി ഒന്ന് നിർത്ത്. ആ കമൻ്റ് ഇടുന്ന സമയം ഒരു വലിയ എസ്സേകളാണ്. ഓരോ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വലിയ എസ്സേകളാണ് എഴുതുന്നത്. അത് വായിക്കാൻ തന്നെ വേണം 5 മിനിറ്റ് ഒരു കമൻറ്റ് വായിക്കാൻ. അപ്പോൾ ഇത്രയും സമയം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയൊന്നും അല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ആരും കാണാൻ വേണ്ടി ഇവനാടാ ഇതൊക്കെ സംസാരിക്കാൻ എന്ന് കാണുകയും വേണ്ട. എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയ കാര്യം ഞാൻ എക്സ്പ്രസ് ചെയ്തു. നിങ്ങൾക്ക് കേൾക്കാം, കേൾക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മാറുമെന്ന് വിചാരിക്കുന്നു, മാറുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.